मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। എന്റെ ഫ്രണ്ട് പുതിയൊരു ഡയഗ്നോസ്റ്റിക് മെഷീൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ശരീരത്തിൽ എന്ത് അസുഖമുണ്ട്, എന്ത് പ്രശ്നമുണ്ടെന്ന് തെളിച്ച് കാണിച്ചു തരും. മനസ്സിലായോ? എന്തെങ്കിലും ഡോക്ടർ ബാലു, നിങ്ങൾ ഡോക്ടറല്ല, കണ്ടക്ടറും അല്ല, നിങ്ങൾ ഒരു ഡോക്ടറേ അല്ല. അത് ശരി, ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഡിഗ്രിയെ അപമാനിച്ച് സംസാരിച്ചിട്ടിരിക്കുന്നു. നിന്റെ എല്ല് പൊട്ടിച്ച് ഇവിടെ കിടത്തി ഞാൻ തന്നെ ഡ്രസ്സിംഗ് ചെയ്തിരിക്കും. ഞാൻ ഡോക്ടർ അല്ലെന്നോ? അങ്ങനെയല്ല, നിങ്ങള് ഡോക്ടറിന്റെ ഡോക്ടറാണ്. ഞങ്ങൾ നിങ്ങൾക്ക് ഫീസ് തരേണ്ടി വരുമോ? ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആണ്. ഇതിന് നിങ്ങൾ കാശ് തരേണ്ട ആവശ്യമില്ല. ഞാൻ മെഷീൻ ഓൺ ചെയ്യാം. നിങ്ങൾ ഇങ്ങോട്ട് വരൂ. ഡോക്ടർ ബാലു, നിങ്ങൾ ഇവരെ 3 പേരെയും ചെക്കപ്പ് ചെയ്യൂ. ഞാൻ അടുപ്പിൽ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് വന്നിരിക്കാം. ഒന്ന് പോയി നോക്കട്ടെ. ഇങ്ങ് വാ. ഡോക്ടർ ബാലുവിന് ആലു കഥ പറഞ്ഞ് എന്നെ നീ പറ്റിക്കുകയാണോ? ആദ്യം നിനക്കാണ് ചെക്കപ്പ് ചെയ്യേണ്ടത്. വാ വാ, ഇവിടെ നിൽക്ക്. റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. ജോർദാർ, നിന്റെ കഴുത്തിന് എന്തെങ്കിലും വേദന തോന്നുന്നുണ്ടോ? അതെ, ചില സമയത്ത് വേദനിക്കും. നിന്റെ വാലിങ്ങനെ നീണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിന്റെ കഴുത്ത് വളഞ്ഞിരിക്കുന്നത്. അതാണ് നിനക്ക് വേദനിക്കുന്നത്. ആദ്യം ശരിയാക്കേണ്ടത് നിന്റെ വാലാണ്. ഇല്ല, എനിക്ക് ഒരു വേദനയില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. റിപ്പോർട്ടിൽ നന്നായി കാണുന്നുണ്ട്. വയറ്റില് ഗോവയുടെ കുരുവുണ്ട്. അതെടുക്കണം. അതുവരെ നോ ഗോവ. ഹനി, എപ്പോഴും കോൾഡ് ആയിരിക്കുന്നല്ലോ. നിന്റെ വായിലെ ഒരു എല്ല് കുറച്ച് വളഞ്ഞിരിക്കുകയാണ്. ആദ്യം അത് ശരിയാക്കണം. ബനി, നിനക്ക് ഉറക്കത്തിന്റെ പ്രശ്നമുണ്ടോ? ഇല്ല. വല്ല ടയേർഡ് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഞാൻ പെടില്ല. തല കറങ്ങുന്നുണ്ടോ? അല്ല. അപ്പൊ റിപ്പോർട്ട് ശരിയാണ്. നിന്റെ തലയില് തലച്ചോറിൽ എന്തോ പ്രശ്നമുണ്ട്. നീ ബ്രെയിന് കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് നിന്റെ കെമിക്കൽ എല്ലാം വീക്കായിരിക്കുന്നു. നാളെ രാവിലെ നിങ്ങൾ എല്ലാവർക്കും ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോവാണ്. സമയം ശരിയല്ലെങ്കിൽ മുകളിലുള്ളവന്റെ തലയിൽ പോലും കാക്ക സാധിച്ചിട്ട് പോകും. സമയം ശരിയല്ലെങ്കിൽ മേലെ ഇരിക്കുന്നവരെയും ഡോഗി കടിച്ചിട്ട് പോകും. അതൊക്കെ സമയം കുറച്ച് ശരിയില്ലെങ്കിലും അത് നടക്കാൻ വഴിയുണ്ട്. നമുക്ക് കൂടുതൽ സമയം ശരിയില്ല, കാരണം നാളെ തൊട്ട് ഡോക്ടർ ബാലു ട്രീറ്റ്മെന്റ് തരാൻ പോവാണ് നമുക്ക്. ഇതൊക്കെ പുതിയ രോഗങ്ങളുടെ പേരാണല്ലോ. അത്രയും വലിയ മെഷീനിൽ അത് കാണുന്നുണ്ടെങ്കിൽ അപ്പൊ ആ രോഗം ശരിക്കും ഉള്ളതായിരിക്കണ്ടേ? ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് ട്രീറ്റ്മെന്റ് എടുക്കില്ല. എടുത്തേ തീരൂ, ഇല്ലെങ്കിൽ ഞാനത് മാഡത്തിനോട് പറയും. പ്രശ്നം ഉണ്ടാക്കുന്ന പണി ജോർദാറിന്റെയാ. എനി ഡൗട്ട്? അതെ, പിന്നെ ഞാനും അത് ചെയ്യും. കാരണം എന്റെ കൂട്ടുകാരും രോഗികളായിരിക്കാൻ പാടില്ല. എടാ ഹണി, ഡോക്ടർ ബാലു ട്രീറ്റ്മെന്റ് ഇറങ്ങണമെങ്കിലേ ആദ്യം നമ്മൾ സ്വയം ട്രീറ്റ്മെന്റ് എടുക്കണം. അതും ശരിയാണ്. അപ്പൊ നിനക്ക് മാഡത്തിനോട് പരാതി പറയേണ്ട കാര്യമില്ല. ഇല്ല. ഡോക്ടർ ബാലുവിന്റെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്നാ കടയിലേക്ക് പോയി തൈര് മേടിച്ചോണ്ട് വാ. ഇല്ല. എടോ, നിന്റെ ഫേവറേറ്റ് തൈര് വട ഉണ്ടാക്കി തരാം. ഹൈ, തൈര് വടയോ? നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ തൈര് വാങ്ങിട്ട് ഉടനെ വരാം. അയ്യോ, ഇനി തൈര് എവിടെ കിട്ടും? എല്ലാരും കണ്ടോളൂ എന്റെ 50ാമത്തെ ട്രോഫി. എന്റെ ഭർത്താവ് വലിയ ബോക്സറാ.
ഇന്ന് ഞാൻ അവനെ അടിച്ച അടിയിൽ അവന്റെ വായിന്റെ ഷേപ്പ് മാറിപ്പോയി. അപ്പോ എന്റെ മുഖത്ത് 4 പഞ്ച് വാങ്ങിയ ഈ വളഞ്ഞിരിക്കുന്ന എന്റെ വായു നേരെയാവും. അപ്പൊ ഡോക്ടർ ബാലുവിന്റെ അടുത്ത് ഞാൻ ട്രീറ്റ്മെന്റിന് പോവേണ്ടി വരില്ല. ഹലോ സാർ, എന്റെ മുഖത്ത് 4 പഞ്ച് ചെയ്യ്. എന്തിന്? നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ ഇടിച്ച് മുഖത്തിന്റെ ഷേപ്പ് മാറ്റിയില്ലേ? നിങ്ങൾ ഇടിച്ച വളഞ്ഞിരിക്കുന്ന എന്റെ ഈ മുഖവും നേരെയാവും. ആവാലോ, തീർച്ചയായും ചെയ്യാം. എന്റെ ഭർത്താവ് വലിയ ബോക്സറാ. ഡിഷ് ഡിഷ് ഡിഷ്. പറ്റില്ല പറ്റില്ല, ഹണി എന്റെ ഫ്രണ്ടാ. കൂട്ടുകാരനൊരു സഹായം വന്നാ നീ സഹായിക്കില്ലേ? ഇല്ലെങ്കിൽ ഡോക്ടർ ബാലു എന്നെ ഇഞ്ചക്ഷൻ വെക്കും. ഓക്കേ. താങ്ക് യു. ദൈവമേ, ഹണി എന്റെ വായിക്കുന്നത് എന്ത് പറ്റി? അത് ഇത് ആദ്യം കോടിയായിരുന്നു ഉള്ളത്. ഞാനിപ്പോ ഇത് നേരെ ആക്കിയിട്ട് വരുന്ന വഴിയാ. ഇല്ല, ഇപ്പോഴും കോടി തന്നെയായിരിക്കുന്നേ. ഞാനിത് എവിടെ പോയാണോ ഇങ്ങനെ ആക്കിയത്, അവിടെ പോയാൽ തന്നെയാണ് എനിക്ക് പഴയതുപോലെ ആകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഹൈ ബോബി, ബോബി, എനിക്കൊരു സഹായം കൂടി ചെയ്യ്. ഇപ്പൊ ഈ ഭാഗത്ത് ഇടിക്ക്. ഓക്കേ. ഹൈ, ഇങ്ങോട്ട് വാ. ആരാ നിങ്ങൾ? എന്നെ ആദ്യം നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്. നിന്റെ വായു എന്താണ് ഇങ്ങനെ കോടിയിരിക്കുന്നത്? ഞാൻ എന്റെ വായുടെ കോട്ടം ശരിയാക്കുകയാണ്. പക്ഷെ അതിന്റെ ട്രീറ്റ്മെന്റ് ശരിയായില്ല. എന്റെ എല്ലാ കൂട്ടുകാരും രോഗികളാണ്. ഇങ്ങോട്ട് വാ. നിങ്ങളുടെ എല്ലാവരുടെയും അസുഖത്തിന് എന്റെ കയ്യിൽ നല്ല മരുന്നുണ്ട്. നിങ്ങളുടെ രോഗം ഇപ്പൊ പറന്നു പോകും. എന്താ പ്രശ്നം എന്ന് എന്നോട് പറയൂ. ആരാ അടിച്ചത്? ഈ പൈപ്പ് എന്റെ വാലിൽ കുടുങ്ങി. ആരാ ഇങ്ങനെ ചെയ്തത്? ആരാ അത്? ഞാനാണ്. പൈപ്പ് കൊണ്ട് നിന്റെ വാല് ശരിയാക്കിയാ നിന്റെ കഴുത്ത് വേദനയും മാറുമല്ലോ അല്ലേ? നിനക്കെന്താ പ്രാന്താണോ പ്രാന്ത്? ദേഷ്യപ്പെടരുത്. ശ്വാസം മെല്ലെ വലിച്ച് മെല്ലെ വിടണം. മനസ്സിലായോ? അടിപൊളി അടിപൊളി അടിപൊളി. പ്രണയം ചെയ്യൂ ബന്നി, മനസ്സിനൊരു ശാന്തത കിട്ടും. എനിക്ക് വന്നത്. അയ്യോ, ആരെങ്കിലും രക്ഷിക്ക. ആ വൈദ്യരാണ് തുമ്മല് വരുന്ന പൗഡർ എനിക്ക് തന്നത്. ഇവൻ ബുദ്ധി ഒരുപാട് ഉപയോഗിക്കുന്നതല്ലേ. തുമ്മല് വന്നാ അവന്റെ തലയൊന്ന് ഫ്രീ ആവും. 2 ബാലു പ്രദർശനം ചേർന്ന് എന്നെ വിഡ്ഢിയാക്കണോ? മണ്ട, ഇത് മരുന്നാണ്. പോപ്പട്ടിന് വേണ്ടിയും ഒരു മരുന്ന് തന്നിട്ടുണ്ട്. അയ്യോ ഇല്ലല്ല, വേണ്ട. അയ്യോ എന്താ ഇത്? അയ്യോ എന്താ ഇത്? കരടി വൈദ്യൻ നിന്റെ വയറ്റിലുള്ള മുളകിന്റെ വിത്തെടുക്കാൻ വേണ്ടി പച്ചമുളക്, കുരുമുളക്, ചുവന്ന മുളക്, കാശ്മീർ മുളക്, ബാംനഗർ മുളക്, ഇങ്ങനെ ഒരുപാട് മുളകുകൾ ഇട്ടുകൊണ്ട് ഈ പൊടി ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. ഇത് കഴിച്ചാൽ നിന്റെ വയറ് ശുദ്ധമാവും. എനിക്കെന്ത് പറ്റാനാ? ഞാനിപ്പോ ഫയർ ഷർട്ട് തരുന്നതായിരിക്കും. അതിനും ഒരു പ്രതിവിധിയുണ്ട്. വരൂ ചേട്ടാ. എന്റെ വേദനയുടെ തീയിൽ ഈ ചോളം എനിക്കാണോ? ഈ ദിവസം മുഴുവനും ഫയർ ഷോട്ട് കൊടുക്കുമല്ലോ അല്ലേ? പാവം, അത് ഇങ്ങേർക്ക് ഒരു സഹായം ആയിക്കോട്ടെ. അയ്യോ, ഞാൻ വാഷ്റൂമിലേക്ക് പോവാണ്. അപ്പൊ ചെക്ക് ചെയ്, ആ വിത്ത് പുറത്തു വന്നോ ഇല്ലയോ എന്ന്. വൈദ്യർക്ക് റിപ്പോർട്ട് കൊടുക്കാനുള്ളതാ. ഇനി ഇത് എത്ര സമയം ഉണ്ടാവും? കുറച്ചു നേരം കൂടിയേ ഉള്ളൂ അനിയ. 24 മണിക്കൂർ കൊണ്ട് തുമ്മൽ നിൽക്കും.
എന്തായി വിത്ത് പുറത്തു വന്നോ? ഞാനൊരു ഇരുമ്പ് കടയിലേക്ക് പോയി പൈപ്പ് ഒന്ന് മുറിച്ചിട്ട് വരാം. അനിയാ ഇവിടേക്കൊന്ന് വന്ന് തുമ്മ്. അത് വെച്ച് ഈ ചോളം ഒന്ന് ചുടാലോ. ഇവിടെ നിന്ന് പോയിക്കോ. ഇപ്പൊ ഞാൻ നിന്നെ ചൂടും. ചോളംകാരനോട് ഓടാൻ പറഞ്ഞിട്ട് ഇവനെന്താ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നേ? കോപ്പെട്ടൊരു വിചിത്ര സ്വഭാവമാണല്ലോ. ഈ വിഡ്ഢി ഇത് എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇത്തവണയെങ്കിലും വിത്ത് പുറത്തു വന്നോ? അതെ, കുരുവിനെ പറ്റി എനിക്ക് അറിയില്ല. പക്ഷെ ഇന്ന് ഒരിക്കൽ കൂടെ ഞാൻ പോയാ എന്റെ ശരീരത്തിൽ നിന്ന് തീർച്ചയായും ജീവൻ പോവും. എനി ഡൗട്ട്. ഇങ്ങി വരൂ. നിങ്ങൾ എല്ലാവർക്കും ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ഒരു ട്രീറ്റ്മെന്റ് ആവശ്യവും ഇല്ല. ആ മെഷീനിലെ എല്ലാവരുടെ റിപ്പോർട്ട് തെറ്റായിരിക്കുന്നു. കാരണം ആ മെഷീൻ തന്നെ തെറ്റാണ്. അതെ, നിങ്ങളുടെ മിഷൻ ശരിക്കും വർക്ക് ചെയ്യാത്തോണ്ടേ ഞങ്ങളുടെ അവസ്ഥ മോശമായി. ഞങ്ങൾ നിങ്ങളുടെ അവസ്ഥ മോശമാക്കാൻ പോവാ. ഇവരെല്ലാരും ഇപ്പോ നല്ല ദേഷ്യത്തിലാണെന്നാ തോന്നുന്നത്. അടി കിട്ടുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ നിന്ന് മുങ്ങാം. ഇടിയവനെ വിടരുത്. Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play.